പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒഴിച്ചു കറിയാണ്. മത്തങ്ങ വെച്ചാണ് ഉണ്ടാക്കുന്നത്. മത്തങ്ങ വെച്ച് കറി വയ്ക്കാൻ എല്ലാവർക്കും അറിയാം. എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളേ. അത് കുരുവും തൊലിയെല്ലാം കളഞ്ഞ ശേഷം നല്ലതുപോലെ കഴുകിയിട്ട് ഇതുപോലെ കഷ്ണിച്ചെടുക്കാം. വലിപ്പം എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കഷ്ണിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ കഴുകിയ ശേഷം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്ത ശേഷം വേവാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 പച്ചമുളക് അരിഞ്ഞതും 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടാണ്. ഇത് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്കൊന്ന് വേവാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തോരം മത്തങ്ങ എടുക്കുന്നത് അതനുസരിച്ച് വേണം തേങ്ങ എടുക്കാൻ. തേങ്ങ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, അതുപോലെ തന്നെ 3 ചുവന്നുള്ളി, വെളുത്തുള്ളി 2 അല്ലി എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഒരു ശകലം ചെറിയ ജീരകം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ ആ മത്തങ്ങ തിളച്ചപ്പോൾ അതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി മുറിച്ച് ചേർക്കുന്നുണ്ട്. പകുതി മതിയേ. അതും കൂടെ ചേർത്ത ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ വെന്ത ശേഷം നമ്മൾ എടുത്ത് വെച്ച തേങ്ങ അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മത്തങ്ങ ഏകദേശം നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. മത്തങ്ങയായിട്ട് പെട്ടെന്ന് തന്നെ വെന്തും കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ നോക്കിയാൽ മത്തങ്ങ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ഉടഞ്ഞു പോകണ്ട. അതുകൊണ്ട് പകുതിയായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഇത് നമ്മൾ ഇത്തിരി നീട്ടി വയ്ക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ കുറുകിയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ശകലം ഉടച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി കഷ്ണങ്ങൾ അങ്ങനെ തന്നെ കിടക്കും കേട്ടോ. അപ്പം ഇനി നമുക്കിതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ച് കൊടുത്ത ശേഷം ഇളക്കി നോക്കണം. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിക്കണ്ട, ഇല്ലാന്നുണ്ടെങ്കിൽ ശകലം വെള്ളം കൂടെ ഒഴിച്ചെടുക്കണേ. നമ്മൾ ഒരുപാട് കുറുക്കിയല്ല കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം ഞാൻ ശകലം വെള്ളം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒഴിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. തിളയ്ക്കാതെ തന്നെ നല്ലതുപോലെ ഇളക്കി എടുക്കണം. നല്ലതുപോലെ ആവി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാമേ. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. വെട്ടി തിളക്കുകയേ ചെയ്യരുത്. ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ലതുപോലെ ചൂടാവും. പിന്നെ ആ ചട്ടിയുടെ ചൂടും കൂടെ ആകുമ്പോൾ കറക്റ്റ് ആവും കേട്ടോ. ഇപ്പോൾ നല്ലതുപോലെ ആവി കയറി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടുക് വറുത്ത് കൊടുക്കാം. ഒരു തടുക്കാപ്പാൻ വെച്ച് കൊടുത്തു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയ ശേഷം ഒരു 2-3 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ 2 ഉണക്കമുളക് ഇതുപോലെ നടുക മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കരിയാപ്പില. ഇനി കരിഞ്ഞു പോകാതെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലതുപോലെ മൂത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂണിലും താഴെ മുളക് പൊടി ചേർത്ത് കൊടുത്ത് നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെക്കണം കേട്ടോ, കടുക് പൊട്ടിച്ചൊഴിച്ച ശേഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഉണക്കമീൻ വറുത്തതോ അല്ലെങ്കിൽ മീൻ കറി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ വേണേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്